ഹലോ, വെൽക്കം ടു ആക്സോണസ് ലേണിംഗ് ഓൺലൈൻ ക്ലാസ്സസ്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസും കൂടെ ഇന്ന് ഡിസ്കസ് ചെയ്യാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഈ 28th ക്വസ്റ്റ്യനിൽ വരുന്ന ഓരോ ക്വസ്റ്റ്യനും ഈ ഫസ്റ്റ് 1 and 2 വരുന്ന ഈ 28ലെ 2 ക്വസ്റ്റ്യൻസുമാണ് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത് 29th ക്വസ്റ്റ്യനാണ്. സോ 29ാമത്തെ ചോദ്യത്തിൽ നമുക്ക് ഇങ്ങനെ 2 വരുന്നുണ്ട്. ഫസ്റ്റ് 1 and ഓർ ക്വസ്റ്റ്യൻ ആയിട്ട് സെക്കൻഡ് ക്വസ്റ്റ്യനും അങ്ങനെ വരുന്നുണ്ട്. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ 29ലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്? എക്സ്പ്ലെയിൻ ഹൗ ടോട്ടൽ പർച്ചേസസ് ആർ അസർട്ടൈൻഡ് ഫ്രം ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സ്. എന്താണ്? എക്സ്പ്ലെയിൻ ഹൗ ടോട്ടൽ പർച്ചേസസ് ആർ അസർട്ടൈൻഡ് ഫ്രം ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സ്. ഇതും ഇല്ല ഇവിടെ, ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സ്. സോ ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സിൽ നിന്നും, അതായത് ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനെ ഒരു പഠിച്ചിട്ടുണ്ട്. സോ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഇൻഫോർമേഷൻസ് കിട്ടിയിട്ടുണ്ടായിരിക്കില്ല. ഓക്കെ, ചില സൈഡ് അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങൾ മാത്രമായിരിക്കും നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ടായിരിക്കുക. സോ ഇങ്ങനെയുള്ള ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സിൽ നിന്നും നമ്മൾ എങ്ങനെയാണ് ടോട്ടൽ പർച്ചേസസ് കാണുന്നത്, ടോട്ടൽ പർച്ചേസസ് എങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും, അസർട്ടൈൻ ചെയ്യാന്ന് പറഞ്ഞാൽ എങ്ങനെ കണ്ടുപിടിക്കും, എന്തിൽ നിന്ന്? ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സിൽ നിന്ന്. കറക്റ്റായിട്ട് നമുക്ക് തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന് ജസ്റ്റ് എന്താ പറയുക, ലിസ്റ്റ് അല്ലെങ്കിൽ ഒരു പോയിന്റ് ഔട്ട് ചെയ്താൽ മതി, ഇതാണ് ടോട്ടൽ പർച്ചേസസ്. പക്ഷെ അങ്ങനെയല്ല, ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സിൽ നിന്ന് എങ്ങനെ നമ്മൾ ടോട്ടൽ പർച്ചേസസ് കണ്ടുപിടിക്കും, അതാണ് നമ്മളോടുള്ള ചോദ്യം. ഓക്കെ, എങ്ങനെ കണ്ടുപിടിക്കും? അതാണ് നമ്മുടെ 29ൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. എങ്ങനെയാണ് ടോട്ടൽ പർച്ചേസ്? ഞാൻ പറഞ്ഞു ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സ് ആണ്, നമുക്ക് എല്ലാ റെക്കോർഡ്സും അവൈലബിൾ ആയിട്ടില്ല. സോ നമുക്ക് ഉള്ള ഒരു അല്ലെങ്കിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് ഐറ്റംസ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അതിൽ നിന്ന് ടോട്ടൽ പർച്ചേസസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ ഇതിൽ വരുന്നത് എന്താണ്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ 29ൽ ടോട്ടൽ പർച്ചേസസ് ആർ അസർട്ടൈൻഡ് ബൈ ഫസ്റ്റ് കാൽക്കുലേറ്റിംഗ് ക്രെഡിറ്റ് പർച്ചേസസ് ആൻഡ് ദെൻ ആഡിങ് ക്യാഷ് പർച്ചേസസ്. നമുക്കറിയാം, നമുക്ക് പർച്ചേസസ്, ടോട്ടൽ പർച്ചേസസ് കാണുന്നുണ്ടെങ്കിൽ നമ്മൾ ക്യാഷ് പർച്ചേസും ക്രെഡിറ്റ് പർച്ചേസും കൂടെ ആഡ് ചെയ്യാണ് ചെയ്യേണ്ടത്, ടോട്ടൽ പർച്ചേസസ്. ഓക്കെ, ടോട്ടൽ എത്ര പർച്ചേസസ് ഉണ്ടെന്നാണ് ചോദിച്ചിട്ടുള്ളത്, നെറ്റ് അല്ല. ഓക്കെ, അപ്പോൾ ടോട്ടൽ പർച്ചേസസ് കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ കടമായിട്ട് വാങ്ങിയിട്ടുള്ള സാധനങ്ങളുടെ വാല്യൂവും അതുപോലെ ക്യാഷ് കൊടുത്ത് വാങ്ങിയിട്ടുള്ള സാധനങ്ങളുടെ വാല്യൂവും, അതാണ് ക്യാഷ് പർച്ചേസും അതുപോലെ തന്നെ ക്രെഡിറ്റ് പർച്ചേസും. ഇത് രണ്ടും കൂടെ ടോട്ടൽ ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക? ടോട്ടൽ പർച്ചേസസ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഫസ്റ്റ് നമ്മൾ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് ഉണ്ടാക്കണം. നമുക്ക് തന്നിട്ടുള്ള ഇൻഫോർമേഷൻ വെച്ചിട്ട് ഞാൻ ജസ്റ്റ് മിനിമലായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ക്വസ്റ്റ്യൻ മൊത്തത്തിൽ കൊടുക്കാൻ, അല്ല ആൻസർ മൊത്തത്തിൽ കൊടുക്കാൻ കഴിയില്ല, ജസ്റ്റ് അതിന് വരുന്ന പോയിന്റ്സ് മൊത്തം തരാം. ഓക്കെ, പ്രിപ്പയർ the creditors account to determine credit purchases. The balancing figure in the debit side shows the total credit purchases. സോ നമ്മൾ ടോട്ടൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് ആണ് പ്രിപ്പയർ ചെയ്യുന്നത്. സോ ടോട്ടൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് എന്ന് പറയുമ്പോൾ ഡെബിറ്റ് സൈഡ് ഉണ്ടായിരിക്കും, ക്രെഡിറ്റ് സൈഡ് ഉണ്ടായിരിക്കും. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഈ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് റിലേറ്റഡ് ആയിട്ട് വരുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ അതിൽ എൻ്റർ ചെയ്യും. ദെൻ അതിൽ ഡെബിറ്റ് സൈഡ് ഉണ്ടായിരിക്കും, ക്രെഡിറ്റ് സൈഡ് ഉണ്ടായിരിക്കും. നമ്മൾ എല്ലാ കാര്യങ്ങളും എൻ്റർ ചെയ്തിട്ട് അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ എൻ്റർ ചെയ്താൽ ഈ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടിൽ ഡെബിറ്റിൽ വരുന്ന ബാലൻസിങ് ഫിഗർ, ബാലൻസ് ക്യാരി ഡൗൺ അല്ലെങ്കിൽ ബാലൻസ് ആയിട്ട് വരുന്ന എമൗണ്ട്, ഡെബിറ്റ് സൈഡിൽ വരുന്ന ഡെബിറ്റ് സൈഡിൽ വരുന്ന എന്താണ് ബാലൻസിങ് ഫിഗർ എന്ന് പറയുന്നത് എന്തായിരിക്കും? ടോട്ടൽ ക്രെഡിറ്റ് പർച്ചേസസ് ആയിരിക്കും. ടോട്ടൽ ക്രെഡിറ്റ് പർച്ചേസസ്. ക്രെഡിറ്റ് പർച്ചേസ് എന്ന് പറയുമ്പോൾ ക്യാഷ് കൊടുത്ത് വാങ്ങിയിട്ടുള്ളതല്ല, പകരം എന്താണ്, കടമായിട്ട് വാങ്ങിയിട്ടുള്ള സാധനങ്ങളുടെ ടോട്ടൽ ആയിരിക്കും നമ്മുടെ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിൽ വരുന്ന ബാലൻസിങ് ഫിഗർ എന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്മൾ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഒരു കാര്യം കിട്ടി, എന്ത്? നമ്മുടെ ടോട്ടൽ ക്രെഡിറ്റ് പർച്ചേസസ് നമുക്ക് കിട്ടും. നമുക്ക് ക്രെഡിറ്റ് പർച്ചേസസും ക്യാഷ് പർച്ചേസസും ആണ് വേണ്ടത്. സോ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ ക്രെഡിറ്റ് പർച്ചേസസ് കിട്ടും. ഓക്കെ, പിന്നെ വേണ്ടത് ക്യാഷ് പർച്ചേസസ് ആണ്. സോ ക്യാഷ് പർച്ചേസസ് എന്ന് പറയുന്നത് നമ്മൾ ക്യാഷ് കൊടുത്ത് വാങ്ങിയിട്ടുള്ള സാധനങ്ങളെയാണ് ക്യാഷ് പർച്ചേസസ് എന്ന് പറയുന്നത്. സോ ഈ ക്യാഷ് പർച്ചേസസിൻ്റെ കേസിൽ നമുക്ക് അത് കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് ക്യാഷ് ബുക്കിൽ നോക്കിയാൽ മതി. ഓക്കെ, ക്യാഷ് കൊടുത്ത് അല്ലെങ്കിൽ ക്യാഷ് റിലേറ്റഡ് ക്യാഷിൻ്റെ ഇൻഫ്ലോയും ഔട്ട്ഫ്ലോയും ഒക്കെ എന്തിലുണ്ടായിരിക്കും? ക്യാഷ് ബുക്കിലുണ്ടായിരിക്കും. ഔട്ട്ഫ്ലോയും ഉണ്ടായിരിക്കും, ഇൻഫ്ലോയും ഉണ്ടായിരിക്കും. സോ ക്യാഷ് ബുക്കിൽ നോക്കിയാൽ നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ ക്യാഷ് പർച്ചേസസിൻ്റെ ടോട്ടൽ കിട്ടും. ജസ്റ്റ് അതിൽ നോക്കിയാൽ നമുക്ക് എന്ത് കിട്ടും? ക്യാഷ് പർച്ചേസസ് കിട്ടും. ഓൾറെഡി ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ ക്രെഡിറ്റ് പർച്ചേസസ് കിട്ടും. ദെൻ ക്യാഷ് പർച്ചേസസ് നമ്മൾ ക്യാഷ് ബുക്കിൽ നോക്കിക്കഴിഞ്ഞാൽ
ക്യാഷ് പർച്ചേസസും കിട്ടും. ദെൻ ഈ ക്യാഷ് പർച്ചേസും ക്രെഡിറ്റ് പർച്ചേസും കൂടെ ആഡ് ചെയ്താൽ ആഡപ്പ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ പർച്ചേസസ് കിട്ടും. ഓക്കെ, ടോട്ടൽ പർച്ചേസ് എന്ന് പറഞ്ഞാൽ ക്രെഡിറ്റ് പർച്ചേസ് പ്ലസ് ക്യാഷ് പർച്ചേസസ്. ഓക്കെ, ഇനി ഈവൻ നമ്മുടെ ക്വസ്റ്റ്യനിൽ നമുക്ക് ക്രെഡിറ്റ് പർച്ചേസസിൻ്റെ ലൈക്ക് ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് ഉണ്ടാക്കാനുള്ള ഐറ്റംസ് മാത്രമേ ഉള്ളൂ. ക്യാഷ് ബുക്കും കാര്യങ്ങളും തന്നിട്ടില്ല. ക്യാഷ് റിലേറ്റഡ് കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ ഓക്കെ, അങ്ങനെ ഒന്നും തന്നിട്ടില്ല നമുക്ക് ഈ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്തു, നമുക്ക് ടോട്ടൽ ക്രെഡിറ്റ് പർച്ചേസസ് കിട്ടി. പക്ഷേ നമുക്ക് ക്യാഷ് റിലേറ്റഡ് കാര്യങ്ങളൊന്നും തന്നിട്ടില്ല, വെറും ക്രെഡിറ്റ് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. പക്ഷെ നമുക്ക് കാണേണ്ടതോ ടോട്ടൽ പർച്ചേസും ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ക്യാഷ് പർച്ചേസിൻ്റെ കാര്യങ്ങളൊന്നും തന്നിട്ടില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്രെഡിറ്റ് പർച്ചേസ് കിട്ടിയിട്ടുണ്ടല്ലോ, ക്രെഡിറ്റ് പർച്ചേസിനെ നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്യും? അസ്യൂം എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക? The assumption is that the total credit to purchases is also considered as എന്താണ്? The total purchases. നമ്മൾ ടോട്ടൽ ക്രെഡിറ്റ് പർച്ചേസസിനെ എന്തായിട്ട് അസ്യൂം ചെയ്യണം? ടോട്ടൽ പർച്ചേസസ് ആയിട്ട് എന്ത് ചെയ്യണം? അസ്യൂം ചെയ്യണം. ക്യാഷ് പർച്ചേസിൻ്റെ കാര്യങ്ങളൊന്നും തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ആലോചിച്ചാലും മതി. നമുക്ക് ടോട്ടൽ ക്രെഡിറ്റ് പർച്ചേസസ് കിട്ടി, ക്യാഷിൻ്റെ അവിടെ ഒന്നുമില്ല, അപ്പോൾ നമ്മൾ 0 കൊടുത്തു. അപ്പോൾ ക്രെഡിറ്റ് പർച്ചേസ് പ്ലസ് 0 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നമ്മുടെ ടോട്ടൽ പർച്ചേസ് ഈക്വൽ ടു ക്രെഡിറ്റ് പർച്ചേസ് ആയി. ഓക്കെ, ക്യാഷിൻ്റെ കാര്യങ്ങൾ തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നേരെ ഓപ്പോസിറ്റ് പോവാം. ക്രെഡിറ്റിൻ്റെ കാര്യം തന്നിട്ടില്ല, ക്യാഷ് മാത്രം തന്നിട്ടുള്ളൂ, ക്യാഷ് പർച്ചേസ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ടോട്ടൽ പർച്ചേസ് എന്ന് പറഞ്ഞാൽ ക്രെഡിറ്റ് ഇല്ലാത്ത പക്ഷം എന്താണ്? ഇറ്റ് ഈസ് റിഗാർഡഡ്. എന്താണ് നമ്മൾ നോക്കുന്നത്? ക്യാഷ് പർച്ചേസസ് ഈസ് റിഗാർഡഡ് ആസ് എന്ത്? ടോട്ടൽ പർച്ചേസസ്. ഓക്കെ, അപ്പോൾ നമുക്ക് രണ്ടും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ നമ്മൾ കാണണം. ക്യാഷ് പർച്ചേസസ് ക്യാഷ് ബുക്കിൽ നിന്നും, ക്രെഡിറ്റ് പർച്ചേസസ് ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് ഉണ്ടാക്കിയിട്ടും വേണം നമ്മൾ എന്ത് ചെയ്യാൻ? അസർട്ടൈൻ ചെയ്ത് എടുക്കാൻ. ഓക്കെ, അതാണ് നമ്മുടെ 29th ക്വസ്റ്റ്യനിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഓക്കെ, 29ലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണത്. നമുക്കിനി 29ൽ സെക്കൻഡ് ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഓർ ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ആ ക്വസ്റ്റ്യൻ? ഇത് ഓക്കെ ആണല്ലോ അല്ലേ? ടോട്ടൽ പർച്ചേസസ് കാണുന്നുള്ളത് ഓക്കെ ആണല്ലോ അല്ലേ? നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. While preparing financial statements of a proprietor, how drawings of goods by proprietor is recorded in the books of accounts also pass the necessary journal entries? എന്താണ് ചോദിച്ചിട്ടുള്ളത്? നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ ഈ ഡ്രോയിങ്സ് ഓഫ് ഗുഡ്സ് ബൈ പ്രൊപ്രിയേറ്റർ ഗുഡ്സ് വിഡ്രോ ചെയ്യുന്നത് ഡ്രോയിങ്സ് എങ്ങനെയാണ് നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ കാണിക്കുന്നത്? അതിൻ്റെ ജേണൽ എൻട്രി എങ്ങനെയാണ്? അതിൻ്റെ മെയിനായിട്ട് നെസസറി എന്ന് പറയുമ്പോൾ മെയിനായിട്ട് വരുന്ന ജേണൽ എൻട്രി, അൺനെസസറി ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് ഓക്കെ ലൈക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ജേണൽ എൻട്രീസ് മാത്രം മതി. അതാണ് ചോദിച്ചിട്ടുള്ളത്. എന്തായിരുന്നു? ഡ്രോയിങ്സ് ഓഫ് ഗുഡ്സ് ബൈ പ്രൊപ്രിയേറ്റർ. നമ്മളൊരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ. ഡ്രോയിങ്സ് എന്ന് പറഞ്ഞാൽ വിഡ്രോ ചെയ്യാണ് കമ്പനിയിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ്സിൽ നിന്ന്. പ്രൊപ്രിയേറ്റർ തന്നെ എന്ത് ചെയ്യാണ്? ഗുഡ്സ് അയാളുടെ പേഴ്സണൽ യൂസിന് വേണ്ടിയിട്ട് എടുക്കുകയാണ്. അതിനെയാണ് നമ്മൾ ഡ്രോയിങ്സ് എന്ന് പറയുക. ഓക്കെ, അപ്പം അങ്ങനെ വരുമ്പോൾ എന്തായിരിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, 29ലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ ആൻസറാണ്. ഓക്കെ, എന്തായിരിക്കും ജേണൽ എൻട്രി? നമ്മളെ ഡ്രോയിങ്സിൻ്റെ ജേണൽ എൻട്രി എന്ന് പറയുന്നത് എങ്ങനെയാണ് കാണിക്കുക എന്ന് ചോദിച്ചാൽ ഡ്രോയിങ്സ് ആയിട്ടാണ് നമ്മളത് ട്രീറ്റ് ചെയ്യുക. ഗുഡ്സ് പർച്ചേസ് ചെയ്യല്ല, ഗുഡ്സ് വിഡ്രോ ചെയ്യാണ് പ്രൊപ്രിയേറ്റർ. സോ അതിന് നമ്മൾ എന്തെന്ന് പറയും? ഡ്രോയിങ്സ് എന്ന് പറയും. ഒന്നും പറയാത്ത പക്ഷം അത് നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്യും? പേഴ്സണൽ യൂസ് ആണോ ഓഫീസ് യൂസ് ആണോ എന്ന് പറഞ്ഞിട്ടില്ല. സോ നമ്മൾ പേഴ്സണൽ യൂസ് ആയിട്ട് അങ്ങോട്ട് അസ്യൂം ചെയ്തു. സോ നമുക്കതെന്തായിട്ട് കണക്കാക്കാം? അത് ഇറ്റ് ഈസ് എ ഡ്രോയിങ്സ് ആണ്. ദ ഡ്രോയിങ്സ് മെയ്ഡ് ബൈ ദ പ്രൊപ്രിയേറ്റർ. സോ വിച്ച് വിൽ ബി ഷോൺ ആസ് ദിസ് ജേണൽ എൻട്രി ഷോൺ ഇൻ ദിസ് പിക്ചർ. എങ്ങനെയായിരിക്കും? ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെറ്റർ ടു പർച്ചേസസ് അക്കൗണ്ട്. ഓക്കെ, ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെറ്റർ ടു പർച്ചേസസ് അക്കൗണ്ട്. ഇതെന്താണ്? ഗുഡ്സ് ആണ് വിഡ്രോ ചെയ്തിട്ടുള്ളത്, അതുകൊണ്ടാണ് പർച്ചേസസ് ക്രെഡിറ്റിൽ വന്നിട്ടുള്ളത്. ഓക്കെ, ക്യാഷും കാര്യങ്ങളൊന്നല്ല. സോ ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെറ്റർ ടു എന്താണ്? പർച്ചേസസ് അക്കൗണ്ട് എന്നാണ് നമ്മൾ ജേണൽ എൻട്രി കൊടുക്കുക. എന്തുകൊണ്ടാണ് ഇങ്ങനെ കൊടുത്തതെന്ന് വെച്ചാൽ ഈ ഒരു എൻട്രി ഇത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. ഡ്രോയിങ്സ് നമ്മൾ എടുക്കുമ്പോൾ വരുന്ന ജേണൽ എൻട്രി ആണ്. ഇതെങ്ങനെയാണ്? ഡ്രോയിങ്സ് എടുക്കുമ്പോൾ എന്നല്ല, ഗുഡ്സ് ആണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്? നമ്മൾ ഈ പ്രൊപ്രിയേറ്റർ വിഡ്രോ ചെയ്തിട്ടുള്ളത്. സോ ഗുഡ്സ് വിഡ്രോ ചെയ്യുമ്പോഴാണ് ഈ എൻട്രി ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെറ്റർ
ടു പർച്ചേസസ് അക്കൗണ്ട് എന്ന് വരുന്നത്. ഗുഡ്സ് ആയതുകൊണ്ടാണ് പർച്ചേസസിനെ ക്രെഡിറ്റ് ചെയ്തിട്ടുള്ളത്. എന്താണ്? ഡ്രോയിങ്സ് അക്കൗണ്ട് ഈസ് ഡെബിറ്റഡ് ബിക്കോസ് ദ ഓണേഴ്സ് ക്യാപിറ്റൽ ഈസ് റെഡ്യൂസ്ഡ്. ഓണേഴ്സ് ക്യാപിറ്റൽ ഡ്രോയിങ്സ് എടുത്തു എന്ന് പറഞ്ഞാൽ ഓൾറെഡി നമുക്കറിയാം, നമ്മൾ ബാലൻസ് ഷീറ്റിൽ ക്യാപിറ്റലിലോട്ട് ഡെബിറ്റ് സൈഡിൽ വേർട്ടിക്കലാണെന്നുണ്ടെങ്കിൽ പിന്നെ സൈഡ് പറയണ്ടല്ലോ. ഓക്കെ, ബാലൻസ് ഷീറ്റിൽ നമ്മൾ ക്യാപിറ്റൽ ആൻഡ് ലയബിലിറ്റീസ് എന്ന് പറയുന്ന സൈഡ് ഉണ്ട്, അസറ്റും ഉണ്ട്, ക്യാപിറ്റൽ ആൻഡ് ലയബിലിറ്റീസ്. സോ ഈ ക്യാപിറ്റൽ ആൻഡ് ലയബിലിറ്റീസ് അല്ലെങ്കിൽ ലയബിലിറ്റീസ് എന്ന് പറയുന്ന ആ ഒരു സൈഡിൽ നമ്മൾ ക്യാപിറ്റൽ എഴുതിയിട്ടുണ്ടായിരിക്കും. ദെൻ ഇഫ് ദർ ഈസ് എനി അഡീഷണൽ ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ അത് നമ്മൾ ക്യാപിറ്റലിലോട്ട് ആഡ് ചെയ്യും. ദെൻ എന്താണ്? ഡ്രോയിങ്സ് ഉണ്ടെങ്കിൽ നമ്മൾ ക്യാപിറ്റലിൽ നിന്ന് ഡ്രോയിങ്സ് കുറയ്ക്കുകയും ചെയ്യില്ലേ? ഡ്രോയിങ്സ് ക്യാപിറ്റലിൽ നിന്ന് കുറയ്ക്കുന്ന ഒരു ഐറ്റമാണ്. സോ ഡ്രോയിങ്സ് എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ്സിലോട്ട് ഈ ബിസിനസ്മാൻ അല്ലെങ്കിൽ പ്രൊപ്രിയേറ്റർ കൊണ്ടുവന്നിട്ടുള്ള ക്യാപിറ്റലിൽ നിന്നുമാണ് ഈ ഒരു വിഡ്രോ അല്ലെങ്കിൽ പിൻവലിക്കുന്നത്. ഗുഡ്സ് ആയിക്കോട്ടെ, ഗുഡ്സ് ആയിട്ട് വലിക്കുകയാണെങ്കിലും ക്യാഷ് ആയിട്ട് എടുക്കുകയാണെങ്കിലും ഒക്കെ അങ്ങനെയാണ്. സോ എന്താണ്? ഈ ഒരു കേസിൽ നമ്മൾ ഡ്രോയിങ്സിനെ ഡെബിറ്റ് ചെയ്യാനുള്ള കാരണം എന്താണ്? ഓണേഴ്സിൻ്റെ ക്യാപിറ്റൽ കുറയുന്നുണ്ട്. ഓക്കെ, ക്യാപിറ്റൽ ലയബിലിറ്റി കാര്യങ്ങളൊക്കെ കുറയുമ്പോൾ നമ്മൾ ഡെബിറ്റ് ചെയ്യും. സോ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്? ഡ്രോയിങ്സ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്തിട്ടുള്ളത്. ഡ്രോയിങ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ്? ക്യാപിറ്റൽ അക്കൗണ്ട് അല്ലെങ്കിൽ ക്യാപിറ്റൽ ഓണേഴ്സിൻ്റെ ക്യാപിറ്റൽ റെഡ്യൂസ് ചെയ്യാണ്. So that's why it is debited, drawings account debtor. And purchases account is credited because goods are being removed from the business inventory. Then purchasesന് നമ്മൾ ക്രെഡിറ്റ് ചെയ്തു. കാരണം എന്താണ്? purchases എന്ന് പറയുന്ന ഗുഡ്സ് ആണ്, നമ്മൾ ഗുഡ്സ് ആണ് വിഡ്രോ ചെയ്തിട്ടുള്ളത്. അത് നമ്മൾ വിഡ്രോ ചെയ്തു എന്ന് പറയുമ്പോൾ നമ്മൾ ബിസിനസ്സിൻ്റെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിലാണ് ഈ ജേർണൽ എൻട്രി എഴുതുന്നത്. സോ ഡ്രോയിങ്സ് ക്യാപിറ്റൽ കുറയുന്നത് കൊണ്ടാണ് ഡെബിറ്റ് ചെയ്തതെന്ന് പറഞ്ഞു. ദെൻ എന്തുകൊണ്ടാണ് നമ്മൾ ഇത് ക്രെഡിറ്റ് ചെയ്യുന്നത്? പർച്ചേസസ് അക്കൗണ്ട് എന്ന് പറയുന്നത് ഗുഡ്സ് ആണ്. സോ ഈ ഗുഡ്സ് നമ്മൾ കമ്പനിയിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ്സിൽ നിന്ന് പ്രൊപ്രിയേറ്റർ പിൻവലിക്കുമ്പോൾ പ്രൊപ്രിയേറ്റർക്ക് എന്താണ്? അയാളുടെ ആവശ്യത്തിന് ഉപയോഗിക്കാം. പക്ഷേ അതെന്താണ്? നമ്മുടെ കമ്പനിയിലെ ടോട്ടൽ ഇൻവെൻ്ററിയിൽ നിന്നുമാണ് ഈ ഒരു ഐറ്റം അല്ലെങ്കിൽ ഈ ഒരു കുറച്ച് ഗുഡ്സ് റിമൂവ് ചെയ്ത് പോകുന്നത്. സോ അപ്പോൾ അവിടെ എന്താണ്? അവിടെ ഗുഡ്സ് കുറയാന്ന് പറയുമ്പോൾ ഇൻവെൻ്ററി കുറയാണ്, അസറ്റ് കുറയാണ്. സോ അസറ്റ് ഡിക്രീസ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ക്രെഡിറ്റ് ചെയ്യും. അതുകൊണ്ടാണ് പർച്ചേസസ് അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇതാണ് നമ്മൾ ഡ്രോയിങ്സ്, ഗുഡ്സ് കമ്പനിയിൽ നിന്ന് ഗുഡ്സ് നമ്മൾ വിഡ്രോ ചെയ്യുന്നു ഡ്രോയിങ്സ് ആയിട്ട്. സോ നമ്മൾ ജേർണൽ എൻട്രി എന്ന് പറയുന്നത് എന്താണ്? ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെറ്റർ ടു പർച്ചേസസ് അക്കൗണ്ട്. എന്താണ്? ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെറ്റർ ടു പർച്ചേസസ് അക്കൗണ്ട് എന്നാണ് പറയുന്നത്. സോ നമ്മുടെ 29th ക്വസ്റ്റ്യൻ്റെ ആൻസർ ഇത്രയാണ് വരുന്നത്. ഇത് ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസും കൂടെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.